P01 ഉം P02 ഉം കണ്ടുപിടിക്കുക. P01 നമുക്കറിയാം, P02 കണ്ടുപിടിക്കല്ലേ വേണ്ടേ? അത് ചെയ്യാഞ്ഞത് ഓക്കെ. മാക് നമ്പർ 2ന്റെ വാല്യൂ എത്രയാണ് വന്നത്? 0.68. റൈറ്റ്. ഇനിയിപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ബാക്കി എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസും മാക്സിമം ഹീറ്റ് അഡീഷനും അല്ലെ? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണം, മാക്സിമം ഹീറ്റ് അഡീഷൻ കണ്ടുപിടിക്കണം. M2 വാല്യൂ നമുക്ക് എന്ത് കിട്ടി? M2 വാല്യൂ ഈക്വൽ ടു 0.68 കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ എന്താ, P01 ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ P02 കിട്ടണം. P02 കിട്ടാൻ എന്താ വേണ്ടേ? M1 വാല്യൂ വെച്ചിട്ട് P01 by P0 സ്റ്റാർ കണ്ടുപിടിക്കുക. റെസ്പോണ്ടിങ്ങിൽ ഒരു വാല്യൂ കിട്ടും. ദെൻ P01 അറിയാവുന്നതുകൊണ്ട് തന്നെ എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? P0 സ്റ്റാർ കിട്ടും. അതൊന്ന് കണ്ടുപിടിച്ചേ. P0 സ്റ്റാർ വാല്യൂ ഈ സ്റ്റെപ്പ് ചെയ്യുക. ദെൻ M2 ന് കറസ്പോണ്ടിങ് ആയിട്ട് P02 ഡിവൈഡ് ബൈ P0 സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടും. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P02 കണ്ടുപിടിക്കാം. ഓക്കെ. Just find out the value of P01 by P0 star corresponding to M1 value. Corresponding to Mach number 1, M1. എത്രയാണ് നിഖിലെ? ഡാറ്റ ബുക്ക് നോക്കിയിരുന്ന് പറഞ്ഞ M2 M1 കറസ്പോണ്ടിങ് ആയിട്ട് P01 by P0 സ്റ്റാറിന്റെ വാല്യൂ P01 by P0 അതിന്റെ വാല്യൂ എത്രയാ? 1.235. 1.235. Then P0 സ്റ്റാർ ഇനി കണ്ടുപിടിച്ചു. P0 സ്റ്റാറിന്റെ വാല്യൂ പറഞ്ഞേ. P01 divided by 1.235. What will be the value for P0 star? What was the value for P01? What was the value for P01? എത്രയായിരുന്നു P01ന്റെ വാല്യൂ? 0.565. So 0.565 divided by 1.235. Answer? 0.4576. 0.4576. Unit bar and bar value. So P02 by P0 star value 3 corresponding to Mach number M2. Fazludin in the Raslim. Fazludin. Fazludin. Fazludin mic work ചെയ്യുന്നില്ലേ? മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഫസീദേ? ഇല്ല. ഫോണിലല്ലേ ക്ലാസ് കേൾക്കുന്നത്?
PC-ലാണോ സിസ്റ്റത്തിലാണോ ക്ലാസ് കേൾക്കുന്നത്? സിസ്റ്റത്തിലാണോ ഫോണിലാണോ? ഏതിലാ? ഫോൺ. അപ്പൊ നീ ഫോൺ യൂസ് ചെയ്യുന്ന മൈക്ക് ഉണ്ടാവല്ലോ, ഫോണിന് മൈക്ക് ഉണ്ടാവല്ലോ, കോൾ ചെയ്യുന്ന ഫോണ് മൈക്കിലാണെങ്കിൽ നീ ഫോൺ വിളിക്കുന്നു. ആ ഹെഡ്സെറ്റ് കുത്തണമെന്നില്ല, നോർമലായിട്ട് സംസാരിച്ചാൽ മതി. ഫോൺ വിളിക്കാൻ ഫോണിന് എന്തായാലും മൈക്ക് ഉണ്ടാവും. ആ അപ്പൊ പറഞ്ഞേ, P02/P0 വാല്യൂ പറഞ്ഞൊന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട്. ഹലോ പറഞ്ഞോ. P02/P0 വാല്യൂ എത്രയാ? ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയില്ല. ഞാൻ ഇന്നലെ എടുത്ത പ്രോബ്ലം ഒന്നല്ല ഇത്. ഏതാ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഏതാന്ന് വരെ മനസ്സിലാവണ്ട, നീ ക്ലാസ്സിലിരിക്കുന്നു. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ ചോദിച്ചോ? അല്ല, ഒരു ക്ലാസ് മിസ്സായാലും അടുത്ത ക്ലാസ്, കഴിഞ്ഞ ക്ലാസ് എന്താ എടുത്തതെന്ന് അന്വേഷിക്കുന്ന പതിവൊന്നുമില്ലേ? വിചാരിച്ച അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഫോളോ ചെയ്യാന്നാ വിചാരിച്ചേ. ശരി, എന്നാ റെയിലി ഫ്ലോ ഞാൻ പറയുന്നത് എടുക്കുന്നു. റെയിലി ഫ്ലോ ടേബിൾ എടുത്തിട്ട് 0.68 P02/P0 വാല്യൂ പറ. അതിന് പ്രോബ്ലം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. റെയിലി ഫ്ലോന്റെ ടേബിൾ എടുക്കുക, 0.68 വാല്യൂ എടുക്കുക, M2 മാക് നമ്പർ 0.68 എടുക്കുക, P02/P0 വാല്യൂ പറ. എന്താ വസ്തുതിനെ? ഞാൻ വീട്ടിലല്ല ഉള്ളത്, ഞാൻ ഇപ്പൊ ഉപ്പാന്റെ വീട്ടിലാണ് ഉള്ളത്. എന്റെ കയ്യിൽ ഒരു ബുക്കേ ഉള്ളൂ. ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ഡാറ്റ ബുക്ക് വേണമെന്നുള്ള കാര്യം എത്ര തവണ എന്നോട് പറഞ്ഞു, ഗ്യാസ് ടേബിൾ വേണമെന്നുള്ളത്? ഞാൻ ഇന്ന് 2 ദിവസമായിട്ട് ഇവിടെയുള്ള. അത് നീ എവിടെയോ പോയി നീ നിന്നോ? നീ ക്ലാസ്സിൽ കയറുമ്പോൾ ക്ലാസ്സിലിരിക്കണം, ക്ലാസ് വർക്ക് ചെയ്യേണ്ട സാധനങ്ങൾ വേണമെന്ന് എനിക്കറിയാലോ. നിന്നോട് ഞാൻ വീട്ടിൽ നിൽക്കണമെന്ന് ഞാൻ നിർബന്ധം പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളത് നിന്റെ ഇതാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിൽ വേണ്ടുന്ന സാധനം വേണമെന്ന് അറിയാലോ. പിന്നെ എന്തിനാ പ്രോബ്ലം ചെയ്യുന്നതാണെന്ന് അറിയാലോ. എന്ന് വെച്ചിട്ടാ നീ പ്രോബ്ലം ചെയ്യാൻ വരുന്നു? പിന്നെ എന്ത് വെച്ചിട്ടാ നീ പ്രോബ്ലം ചെയ്യാൻ വരുന്നത്? ആൽബിൻ, ഉണ്ടോ ക്ലാസ്സില്? ആൽവിൻ, ഇല്ലേ? ആൽവിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ആൽവിൻ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്, ഫോണിലല്ലേ? നിങ്ങളപ്പോ ഈ സെമിനാറും പ്രൊജക്ടൊക്കെ എങ്ങനെയാ പ്രസന്റേഷൻ നടത്തുന്നത്? ആ സമയത്ത് ആർക്കും ഒരു പ്രശ്നവും കാണുന്നില്ലല്ലോ. ചെയ്തവരുണ്ടെങ്കിൽ വാല്യൂ പറ. എന്താ P02/P0? എന്താണ് P02/P0 വാല്യൂ? വാല്യൂ ഇല്ലേ? P02/P0 ഇല്ല.
ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 0.68 മാക് നമ്പർ കിട്ടി. എന്നിട്ട് പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ, P01 - P02 അല്ലേ? അതെ, P02 കണ്ടേനി. അങ്ങനെ പോയിന്റ് അത് P02/P01 ഈക്വൽ ടു P0/P0 സ്റ്റാർ. അത് 1.049. 1.049. Then P02 value, P0 star into 1.049. That means 0.4576 into 1.049. Three answer. P02 answer. ഞാൻ ഇങ്ങനെയല്ല ഇത്. Okay, P02/P01 ഈക്വൽ ടു P0/P0 സ്റ്റാർ ഡിവൈഡ് ബൈ P0/P0 സ്റ്റാർ ഓഫ് M1. അന്നേരം 1.049 ഡിവൈഡ് ബൈ 1.235 0.849. Okay. P02/P01. എങ്ങനെ ചെയ്യടാ ഇത്? ഞാൻ നീ ചെയ്ത മെത്തേഡ് ഞാൻ സ്പ്ലിറ്റ് അപ്പ് ആക്കി ചെയ്തേ ഉള്ളൂ, വേറെ വ്യത്യാസമില്ല. എങ്ങനെ പോലെ നീ P02 വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടാവല്ലോ ഫൈനലി. അത് 0.479. അതായത് നീ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ഈ റേഷ്യോ എടുത്ത് സാധാരണ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നത് P02/P01 അല്ലേ? മെത്തേഡ് നീ ചെയ്തു. ഞാൻ അതിന് ആ P01 ആദ്യം P0 സ്റ്റാർ കണ്ടുപിടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാതെ ഓരോ വാല്യൂ കണ്ടുപിടിച്ചിട്ട് P0 സ്റ്റാർ കണ്ടുപിടിച്ചിട്ട് P02 കണ്ടുപിടിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ പോയാലും ഒരേ സെയിം ആൻസർ വരും, 0.479 ബാർ. സോ സ്റ്റാഗ്നേഷൻ, പ്രഷർ ലോസ് എത്രയാണ്? എന്താ ഇക്വേഷൻ? P01 - P02. Stagnation, pressure loss. P01 minus P02. P01 in the value 0.565 minus 0.479. Answer 0.086 bar. Okay, then last part of the question. What was the last part? എന്താ കണ്ടുപിടിക്കാൻ പറയണേ? Sir, 0.10. എന്താ ജിഷ്ണു മനസ്സിലായില്ല? Sir, 0.10. 0.10 ആണോ വരുന്നത്? 0.108. ഈ സ്റ്റാഗ്നേഷൻ ഡിഫറൻസാ? 0.086 ആരോ പറഞ്ഞല്ലോ. ആര് പറഞ്ഞ? അങ്ങനെ 0.5 ഇല്ല. ഓക്കെ സാർ, ഓക്കെ സാർ. അതെങ്ങനെ എനിക്ക് കാൽക്കുലേഷൻ അതിനാണ് വരുന്നത്? ഇതല്ലേ കിട്ടുന്നത്? 0.086 അല്ലേ വരുന്നത്? ഓക്കെ 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 സാർ. അപ്പൊ അടുത്ത പാർട്ട് എന്താ? വാട്ട് വാസ് ദ നെക്സ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ? എന്താ ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇനി മാക്സിമം ഹീറ്റ് അഡിഷൻ, റൈറ്റ്? റിയാക്ഷൻ. മാക്സിമം ഹീറ്റ് അഡിഷൻ ഇക്വേഷൻ എന്താ? Cp into T02 minus T01. Maximum heat addition. Cp into T02 minus T01. ഇത് നോർമൽ ഇക്വേഷൻ. ഇത് മാക്സിമം കേസിലേക്ക് വരുമ്പോൾ എന്താവും? Cp into എന്താ വ്യത്യാസം വരിക മാക്സിമം കേസിലേക്ക് വരുമ്പോ? T02 എന്നുള്ള എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റിംഗ് കണ്ടീഷനിലേക്ക് വരും അല്ലേ? T0 സ്റ്റാർ മൈനസ് T01 വരും. Cp നമുക്കറിയാം തന്നിട്ടുണ്ട്. T01 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്.
T0 സ്റ്റാർ നമുക്കറിയില്ല, അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാ T0 സ്റ്റാർ കണ്ടുപിടിക്കാം? എങ്ങനെയാ ജിജോ? ജിജോ എങ്ങനെയാ T0 സ്റ്റാർ കണ്ടുപിടിക്കാം? ജിജോ ഇല്ലേ ക്ലാസ്സില്? സാറുണ്ട് ജിജോ പറ എങ്ങനെയാ കണ്ടുപിടിക്കാം? ആ ടേബിളില് T0 ഏത് ടേബിളില്? സാർ മിനിറ്റ് റിയൽ ടേബിളില് മറ്റേ മാക് നമ്പറില് 0.6ന്റെ അങ്ങനെ കണ്ടുപിടിക്കുന്നില്ലേ? ഓക്കെ, 0.6 വെച്ചിട്ട് ഏത് വേണം വെച്ചിട്ട് കണ്ടുപിടിക്കാം. M1 വെച്ചിട്ട് കണ്ടുപിടിക്കണ്ടേ M1 വെച്ച് കണ്ടുപിടിക്കാം. M2 വെച്ചിട്ടാണ് M2 വെച്ച് കണ്ടുപിടിക്കാം. M2യിലേക്കാൾ വേണം M1. ഓക്കെ, ഏത് വേണം കണ്ടുപിടിക്കാം. M1 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്ത് വരും? T0 1 T0 സ്റ്റാറിന്റെ വാല്യൂ എടുക്കുക, കറസ്പോണ്ടിങ് ടു M1. M1 വെച്ച് ചെയ്താരുണ്ടോ? M1 വാല്യൂവിന് കറസ്പോണ്ടിങ് ആക്കിയിട്ട് എടുത്താൽ T0 1 T0 സ്റ്റാർ വാല്യൂ എത്ര വരിക? 1929. ഈ വാല്യൂ എത്രയുടെ കിട്ടിയ? അങ്ങനെയല്ല T0 T0 സ്റ്റാറിന്റെ വാല്യൂ എത്ര വരിക? ഒന്നുകിൽ M1 വെച്ചിട്ട് ഒരു വാല്യൂ കിട്ടും T0 1 T0 സ്റ്റാറിന്, അതിൽ നിന്ന് T0 സ്റ്റാറിന് അടിക്കുക, അല്ലെങ്കിൽ M2 വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെ പോയാലും കോമൺ ആയിരിക്കും വാല്യൂ. T0 സ്റ്റാർ എത്ര കിട്ടിയ? 1929.224. 1929.224. 224. Okay, 224 Kelvin. Okay, so T0 സ്റ്റാർ കിട്ടി. Then maximum heat addition കിട്ടാൻ വേണ്ടി സെയിം ഈ ഡാറ്റ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാക്സിമം ഹീറ്റ് അഡിഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂ മൃദുല, what is the value of maximum heat addition? എത്രയാ വാല്യൂ? കേട്ടില്ലടാ. 1601. 1601 യൂണിറ്റ്. യൂണിറ്റ് എന്താ ഹീറ്റ് അഡിഷന്റെ യൂണിറ്റ്? കിലോ ജൂൾ പെർ കിലോ. കിലോ ജൂൾ പെർ kilogram. Okay, this will be the maximum heat addition. Okay, ഓൾമോസ്റ്റ് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ മോഡ്യൂൾ 5. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മോഡലാണ്. സോ അത് എഴുതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, എഴുതിയിട്ട് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഒരുവിധം മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. സെയിം നമ്മൾ ചെയ്ത അതേ മോഡലിലാണ്. ഓക്കെ, അതാണ് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത് വരും. എല്ലാ പ്രോബ്ലം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ മനസ്സിലായിട്ട് കൃത്യമായിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. യൂണിവേഴ്സിൽ അപ്ലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട്. ഓക്കെ, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. ഇന്ന് ഒരു ഈവനിങ് 5:30 മുന്നേ. ഓക്കെ, ഇരുന്ന് എഴുതുക, ക്ലാസ്സിലിരുന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ എഴുതാൻ. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് സുഖമായിട്ട് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതുവരെ എഴുതിയ എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് എഴുതുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ തന്നെ ഇരുന്ന് എഴുതി ഫിനിഷ് ചെയ്യാൻ നോക്കുക പരമാവധി.
എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതി ചെയ്യുന്നില്ലേ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഹലോ, ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണേ ആൻസേഴ്സ്. ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് വരണേ അടുത്ത ദിവസത്തേക്ക്. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് ഇനി ക്ലാസ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടോ നോക്കിയിട്ട് ചെയ്യാം, ഏതെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് വൃത്തിയായിട്ട് നോക്കി എന്തൊക്കെയാ ടോപ്പിക്സ് വരുന്നത്, എന്തൊക്കെയാ മേജർ ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത്, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി ഏതെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നോക്കാം. മാക്സിമം ടൈപ്പ് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഡെറിവേഷൻ ഏതെങ്കിലും ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പറയണമെങ്കിൽ പറയാം നോക്കിയിട്ട്. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ. അഭിരാം, പ്രസന്റ് സാർ. അബിൻ ജോഷി, പ്രസന്റ് സാർ. ആദർശ്, പ്രസന്റ് സാർ. ആൽവിൻ, അമൽ കെ പി, Present, sir. അമൽ കെ സന്തോഷ്, Sir. അമൽ അനന്തു, നന്ദു, Present sir, present sir. അനുരാഗ്, Present, sir. ആശ്രയ്, Present, sir. അശ്വിൻ, ഭഗത്, ദിജിൻ, Present sir. റസീദീൻ, ജിജോ, Present, sir. ജിതിൻ, Present, sir. കാർത്തികേയൻ, മൃദുൽ, Present, sir. ആരാത്? കാർത്തിക് നമ്പ്യാറിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. നേരത്തെ എവിടെ പോയി? ക്ലാസ്സിലുണ്ടായില്ലല്ലോ. ഉണ്ടേനോ? എടാ ക്ലാസ്സിലുണ്ടേനോ? ആ പ്രോബ്ലം ചെയ്യുന്നുണ്ടോ കാർത്തിക? ആ നിനക്ക് മുമ്പായിട്ട് തരാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ആ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? എന്താ ക്വസ്റ്റ്യൻ? അഞ്ചരക്ക് മുമ്പ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. അഞ്ചരക്ക് അല്ല, മുമ്പ് നീ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എഴുതി വെച്ചിനോ? ആ ഉറപ്പന്നെ? ഇതല്ലേ ഇതാ റേഷ്യോ ഓഫ് ഡെസ്റ്റിനേഷൻ ടെമ്പറേച്ചർ അതല്ലേ?
ഇതന്നെ എഴുതിയിട്ടുണ്ടോ? ആ രാഹുൽ, പ്രസന്റ് സാർ. സൂരജ്, പ്രസന്റ് സാർ. സൗരവ്, സാർ. ശ്രീരാഗ്, പ്രസന്റ് സാർ. വൈശാഖ്, സാർ. വൈഷ്ണവ്, സാർ. വൈഷ്ണവ് പി കെ, വൈഷ്ണവ് പി കെ, പ്രസന്റ് സാർ. വസീം, പ്രസന്റ് സാർ. ജിനിൽ, പ്രസന്റ് സാർ. ജിഷ്ണു, വിഷ്ണു, പ്രസന്റ് സാർ. വിഷ്ണു മോഹൻ, വിഷ്ണു മോഹൻ, നിഖിൽ, പ്രസന്റ് സാർ. രോഷിത്, പ്രസന്റ് സാർ. വിഷ്ണു, പ്രസന്റ് സാർ. തേജസ്, പ്രസന്റ് സാർ. ആകാശ്, അഭിനവ്, പ്രസന്റ് സാർ. ഗൂഗിൾ, പ്രസന്റ് സാർ. സച്ചിൻ. പ്രസന്റ് സാർ. Then complete your problem. Problem complete ചെയ്യും. മാക് നമ്പർ കിട്ടും. മറ്റേതെങ്ങനെ കണ്ടുപിടിക്കും? ടെമ്പറേച്ചറിൽ പറ. മാക് നമ്പർ കിട്ടി, പക്ഷെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ല നീ ചോദിച്ചത്. മാക് നമ്പർ കിട്ടി ഇൻലെറ്റിലെ. ഇൻലെറ്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്താ വഴി? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്നാ വഴിയെന്നോ? ആ തിരിയുന്നില്ല. നോർമൽ ആടാ, ഇത്രയും ദിവസം ചെയ്ത അതേ പ്രോബ്ലം ആണ്. പക്ഷെ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരിക. ഫസ്റ്റ് ഓർഡറിൽ പോകാണ്ട് റിവേഴ്സ് ഓർഡറിൽ വരേണ്ടി വരും. നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. T02 T01 റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ട്. അത് റിവേഴ്സ് ഓർഡറിൽ 6 ഒന്ന് കണ്ടുപിടിക്കണം ഇതിന്റെ അകത്ത്. കാരണം CP വാല്യൂ ഒക്കെ വേരിയേഷൻ ഉണ്ട്. CP വാല്യൂക്ക് വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് 6 നമ്മൾ യൂഷ്വലി എടുക്കുന്ന 6 വാല്യൂ ആയിരിക്കില്ല. അതിലൊരു വേരിയേഷൻ വരും. ജസ്റ്റ് ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക, M2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കുക, T2/T02. അത് റിവേഴ്സ് ഓർഡറിൽ വരുമെന്നേ ഉള്ളൂ. നമ്മള് M1 M2 യൂഷ്വലി പോക്ക് ഒരു റിവേഴ്സ് ഓർഡറിൽ വരുമെന്നേ ഉള്ളൂ.
ബാക്കിയൊക്കെ യൂഷ്വൽ മെത്തേഡിൽ ചെയ്യലാണ്. ഐസൻട്രോപിക് ടേബിൾ എടുക്കുക, M2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള T2/T02 നോക്കുക, ദെൻ T02 വാല്യൂ കിട്ടും, റേഷ്യോ എടുക്കുക, T02/T01 കിട്ടും, T01 കിട്ടും. ആ ഓർഡറിൽ കമ്പയർ ചെയ്ത് പോയാൽ നമുക്ക് M2 നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ M1 കണ്ടുപിടിക്കുക. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, നമ്മൾ എന്താണോ യൂഷ്വലി ആ ഫോർവേഡ് മാനുവൽ ചെയ്യല് M2 കണ്ടുപിടിക്കാൻ ചെയ്യല്, അത് M2 വെച്ചിട്ട് M1 എത്തുന്നു. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, സോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 5:30 മുമ്പേ സബ്മിറ്റ് ചെയ്യാം അസൈൻമെന്റ് നമ്പർ 8. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. താങ്ക് യു.